ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗണപതി നാരങ്ങ അച്ചാറാണ്. അപ്പോൾ സദ്യക്കൊക്കെ സ്പെഷ്യൽ ഐറ്റമാണ് ഗണപതി നാരങ്ങ അച്ചാർ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം കേട്ടോ. നാരങ്ങ ഇതാ കഴുകിയത് മുറിച്ച് വെച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പുളിയാണ്. അപ്പോൾ പുളി ഇതാ ഞാൻ ഇത്രയും ഒരു കൈൻ്റെ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വെല്ലം, അതേപോലെ തന്നെ കപ്പളമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായം വേണം കേട്ടോ. അതാണ് മെയിനായിട്ട് വേണ്ടത്, കായം. ഇതാ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്, അതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ കുറച്ച് അല്പം കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാനൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ഇൻഗ്രീഡിയൻസ് അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നാരങ്ങ ഒട്ടും കയ്പില്ലാതെ കിട്ടും. അപ്പോൾ ഞാനത് എന്താണെന്ന് അവസാനം വീഡിയോയിൽ പറയാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. അപ്പോൾ ഞാൻ എന്താ ഇവിടെ താളിക്കാൻ വേണ്ടി കപ്പളമുളക്, അതേപോലെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി പച്ചച്ചൂര് പോണ വരെ, പച്ചമണം പോണ വരെ നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ മുറിച്ച് വെച്ച നാരങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒതുക്കി കൊടുക്കുക. നന്നായി വേഗണ്ട, ഒന്ന് ഒതുക്കി കൊടുക്കാം നമുക്ക് കേട്ടോ. ഇത് അപ്പോൾ ഈ കറിവേപ്പിലിൻ്റെയും അതേപോലെ കപ്പളമുളക്, വെളിച്ചെണ്ണ ഇതെല്ലാം ഒരു കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കതിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങ നന്നായി ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്, നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി വഴറ്റിയ ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി കുറച്ച് തന്നെ ഞാൻ ചേർത്തുള്ളൂ, കാരണം നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത കാരണം ഇപ്പോൾ ഒരു സ്പൂൺ തന്നെ ഞാൻ മുളക് പൊടി ചേർത്തുള്ളൂ. മല്ലിപ്പൊടി വന്നിട്ട് 2 ടേബിൾ സ്പൂണോളം ചേർത്തി. മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന്. ഇനി നമുക്കിതിൽ അടുത്തത് ചേർക്കേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം, കാരണം കായ ഉണങ്ങി നല്ല മണം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വെള്ളത്തിലിട്ട് ചേർത്താൽ മതി. പക്ഷെ പൊടിയാകുമ്പോൾ കുറച്ച് കൂടുതലിടണം, എന്നാലും അതിൻ്റെ ഒരു മണം, പെർഫെക്റ്റായ ഒരു മണം നമുക്ക് വരുള്ളൂ. എപ്പോഴും കായ ഉണങ്ങി ലേശം കുറച്ച് ചേർത്താൽ മതി, കൂടുതലായ കശക്കും. അപ്പോൾ പൊടിയാകുമ്പോൾ നന്നായിട്ടൊന്ന് ചേർക്കേണ്ടി വരും. പിന്നെ ഇതാ പുളി ഞാൻ വെള്ളത്തിൽ നിന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പുളി വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അങ്ങനെ ഇതാ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി പുളി പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വെള്ളം ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കാം. നാരങ്ങ വേകാൻ പാകമായ വെള്ളമാണ് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഇതാ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കണ്ടി കൊണ്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നന്നായി തിളയ്ക്കുന്ന വരെ ഒരു 10 മിനിറ്റോളം തിളയ്ക്കണ വരെ നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻസായ നമുക്ക് വെല്ലം ചേർത്ത് കൊടുക്കാം. വെല്ലം ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലോട്ട് 4 വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മധുരം ആവശ്യത്തിന് വേണ്ടവർ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരം വേണമെങ്കിൽ ഒരു 5 ഇട്ട് കഴിഞ്ഞാൽ കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ തൽക്കാലം 4 4 ഇട്ടിരിക്കുന്നത്. അപ്പോൾ മധുരം നോക്കിയിട്ട് പിന്നെ ചേർക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 4 ഇട്ടത്. അങ്ങനെ വെല്ലമൊക്കെ ഇട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു കറിൻ്റെ അവസ്ഥ. നല്ല മണമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെന്ന്, ഒരു ടേസ്റ്റ് കൂടെ. അത് വേറൊന്നുമല്ല, ഈ പൊടിയാണ്. കുരുമുളകും വെന്തയും കുറേശ്ശെ എടുത്ത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അത് പൊടിച്ച് നമ്മൾ കറി ആയതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് തൂകി കൊടുക്കുക. നന്നായി ഒന്ന് തൂകി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് കുരുമുളകും വെന്തയും ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അവസാനം മേലെ ഒന്ന് തൂകി കൊടുത്താൽ അതിൻ്റെ മണം ഒരു നല്ല മണമായിരിക്കും, നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതാ നമ്മുടെ
എന്താ പറയുക നാരങ്ങക്കറി, അതായത് ഗണപതി നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കൂട്ടാക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബായ്.